ഇനി മുതൽ നിങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. ഇവിടെ ഒരു രാജാവ് സിംഹവും ഉണ്ടാവില്ല. അല്ല, കാട്ടിലെ രാജാവ് സിംഹം അല്ലെങ്കിൽ പിന്നെ ആരാണ്? ഈ തേനീച്ച കൂടിന്റെ ഈ കാട്ടിലെ റാണി ഞാനാണ്. ഇനി മുതൽ ഞാൻ പറയുന്നതാണ് നിങ്ങൾ ഇനി കേൾക്കേണ്ടത്. സുന്ദർവൻ കാട്ടിൽ ഏതോ അതിഥിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നല്ല രീതിയിൽ നടക്കുകയായിരുന്നു. കാട്ടിലെ മരങ്ങളില് ജഗ്ഗു കുരങ്ങൻ നല്ല മിന്നിത്തിളങ്ങുന്ന ബൾബിടുകയായിരുന്നു. ആ വഴി പോയ ഭീമ ആന ജഗ്ഗു കുരങ്ങനെ നോക്കുകയായിരുന്നു. വെളിച്ചമെല്ലാം ശരിയായി വെക്കൂ. ഭീമ മാമ, ഇതിലപ്പുറം നന്നായിട്ടൊന്നും വെക്കാൻ എനിക്കറിഞ്ഞൂടാ. എപ്പോഴെപ്പോഴും പറഞ്ഞ എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കാമോന്ന്. നിനക്കറിയാമോ നമ്മുടെ കാട്ടിലെ രാജാവായ ഷേർസിംഗ് ഇക്കാര്യത്തിൽ എത്ര കർക്കശക്കാരനാണെന്ന്? ജഗ്ഗു ദേഷ്യത്തോടെ പറഞ്ഞു. അവനെ കണ്ടാലേ രാജാവെന്ന് തോന്നൂല, സിനിമയിലെ ലാലേട്ടനാന്ന് തോന്നുന്നത്. എല്ലാ കാര്യത്തിലും മിസ്റ്റർ പെർഫെക്റ്റ് ആണെന്ന വിചാരം. എന്നാ ശരി, ഞാൻ മറ്റു സ്ഥലങ്ങൾ പരിശോധിച്ച് മടങ്ങി വരാം. ഇത്രയും പറഞ്ഞ് ഭീമ ആന അവിടുന്ന് നേരെ ചീക്കു മുയലും ബില്ലു മുയലിന്റെ റെസ്റ്റോറന്റിൽ വന്നെത്തി. ചീക്കു, ഖർഗോഷ്, എല്ലാം തയ്യാറാക്കി വെച്ചിട്ടില്ലേ? അതെ ചാച്ചാ, എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം ഓർമ്മ വേണം, കാട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കാനുള്ള ചുമതല ഷേർസിംഗ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം നന്നായി ചെയ്യണം. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല ഭീം മുത്തശ്ശ, ഇങ്ങോട്ടേക്ക് ഏത് അതിഥിയാണ് വരുന്നത്? അല്ല, കാട്ടിലെ രാജാവ് എല്ലാ മൃഗങ്ങളെയും കൊന്നൊടുക്കുന്നുണ്ടല്ലോ. എടോ, ഒന്ന് പതുക്കെ പറയൂ. ഇനി അബദ്ധത്തിലെങ്ങാനും നിന്റെ വാക്കുകൾ രാജാവിന്റെ ചെവിയിൽ എത്തിയാ പിന്നെ രാജാവ് നിന്നെ വെറുതെ വിടില്ല. ഞാൻ ഉദ്ദേശിച്ചത് അതിഥി ആരാ വരുന്നതെന്നാ. അത് ഷേർസിംഗിന്റെ ബാല്യ സുഹൃത്താ. ഇപ്പൊ ദുബൈയിലെ കാട്ടിലെ രാജാവാ. അദ്ദേഹമാ വരുന്നത്. അപ്പോഴേക്കും സുന്ദരിയായ ഒരു കിളി ആ വഴി പറന്നു വന്നു. കാട്ടിലെ മഹാരാജാവായ സിംഹം നിങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ട്. ഭീമ ആന നേരെ സിംഹത്തിന്റെ അടുത്തേക്ക് വന്നു. എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയോ ഭീമ? ഭീമ തല താഴ്ത്തി പറഞ്ഞു. അതേ രാജൻ, എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്നോർത്തോ ഭീമ, കാടിന്റെ അലങ്കാരത്തിന്റെയും ഭക്ഷണത്തിന്റെയും ചുമതല ഞാൻ നിനക്കാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. അപ്പോഴേക്കും സിംഹത്തിന്റെ കൂട്ടുകാരൻ ദുബായ് സിംഹം അവിടെ എത്തി. ഹോയ് ഹോയ്, നീ വല്ലാതെ ദുർബലനായിരിക്കുന്നല്ലോ. അങ്ങനെയൊന്നുമില്ല എന്റെ സുഹൃത്തെ. സത്യത്തിൽ എനിക്കിപ്പോ പ്രായമായി. അതുകൊണ്ടല്ലേ ഞാൻ ശരീരമൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാന്ന് വിചാരിച്ചത്. നിന്നെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാത്തിനും ഉപരി നീ എന്റെ ബാല്യകാല സുഹൃത്തല്ലേ. സിംഹം അവന്റെ കൂട്ടുകാരനോട് പറഞ്ഞു. വളരെ കാലമായി ഞാൻ നിന്നെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. വരൂ, നമുക്ക് എന്റെ കാടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത്രയും പറഞ്ഞ് സിംഹം കൂട്ടുകാരനെയും കൊണ്ട് അവിടന്ന് പോയി. അങ്ങനെ വൈകുന്നേരം വരെ കാടൊക്കെ ചുറ്റിക്കാണിച്ച് ആഹാരമൊക്കെ കൊടുത്ത് എന്നിട്ട് ക്ഷീണിച്ച് ഒരു മരത്തിന്റെ അടിയിൽ വിശ്രമിക്കാനായി വന്നപ്പോ ദുബായ് സിംഹം അവനോട് പറഞ്ഞു. എനിക്ക് നിന്റെ കാട് വളരെ ഇഷ്ടമായി. ഇവിടെയുള്ള ഭക്ഷണവും വളരെ മികച്ചതായിരുന്നു. അപ്പോഴേക്കും ഒരു തേനീച്ച ദുബായ് സിംഹത്തിന്റെ ചെവിയിൽ വന്ന് മൂളിപ്പാട്ട് പാടാൻ തുടങ്ങി. കിങ് ഷേർ, ഈ തേനീച്ച ഏതാ? നമ്മളിവിടെ ഒന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ ഇരുന്ന് സംസാരിച്ചപ്പോഴെല്ലാം ഈ തേനീച്ച നമ്മുടെ പുറകെ ഉണ്ടായിരുന്നല്ലോ. ഇനിയെങ്ങാനും വല്ല ചാരനുമാണോ? ഞാൻ ഉത്തരവിട്ടിരുന്നതല്ലേ ഒരു തേനീച്ചയും അവരുടെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന്. എന്നിട്ടും പുറത്തു കിടക്കാൻ നിനക്ക് എങ്ങനെ ഇത്ര ധൈര്യം വന്നു? തേനീച്ചയ്ക്ക് ദേഷ്യം വന്ന് സിംഹത്തിന്റെ അടുത്ത് പറഞ്ഞു. നിങ്ങൾ ഏത് മരത്തിന്റെ അടിയിലാണോ ഇരിക്കുന്നത്, ആ മരത്തിന്റെ അവിടെയാണ് എന്റെ വീട്. നിങ്ങൾ കാട്ടിലെ രാജാവായിരിക്കും, പക്ഷെ ഞങ്ങളുടെ അല്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ രാജാവല്ല, രാണിയാണുള്ളത്. ഞാൻ എന്റെ റാണി പറയുന്നതേ കേൾക്കാറുള്ളൂ. തേനീച്ച പറഞ്ഞ കാര്യം കേട്ട് സിംഹത്തിന് ദേഷ്യം വന്നു. സ്വന്തം സൈനികനെ നോക്കി പറഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ, ആ തേനീച്ച കൂടി ഈ മരത്തിന്റെ മുകളിലാണ്. അടിച്ചു തകർക്കി തേനീച്ചയുടെ കൂട്. രാജാവ് പറഞ്ഞത് കേട്ട് സൈനികന്മാര് തേനീച്ചയുടെ കൂട് പൊട്ടിച്ചു. രാജ സ്വന്തം കൂട്ടുകാരന്റെ കൂടെ അവിടുന്ന് പുറപ്പെട്ടു. പക്ഷെ സിംഹത്തിന് അറിയില്ലായിരുന്നു അത് മാന്ത്രികമുള്ള ഒരു കൂടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ആ തേനീച്ച കൂട് നേരെ വീണ്ടും അവിടെ പോയിരുന്നു. അങ്ങനെ ആ തേനീച്ച സ്വന്തം തേനീച്ച കൂടിലേക്ക് കേറി. അവിടെ ചെന്നപ്പോ റാണി പറഞ്ഞു, നമ്മുടെ കൂട് പൊട്ടിക്കാൻ ആർക്കാണ് ഇത്ര ധൈര്യം?
ഈ കാട്ടിലെ രാജാവ് സിംഹത്തിന്. പക്ഷെ എന്തിന്? തേനീച്ച മുഴുവനും അവിടെ നടന്ന കാര്യങ്ങൾ പറയും. തേനീച്ച പറഞ്ഞ കാര്യം കേട്ട് റാണിക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, ഓഹോ, അപ്പൊ ഇതാണല്ലേ കാര്യം. എന്റെ മായാജാലത്തിനെ കുറിച്ച് അവർക്ക് അത്ര വിവരമില്ലെന്ന് തോന്നുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് തേനീച്ചകളുടെ റാണി സ്വന്തം കണ്ണടച്ചു. എന്നിട്ട് മന്ത്രം വായിച്ചു. കണ്ടിരിക്കവേ അവരുടെ തേനീച്ചക്കൂട് ഭയങ്കര വിശാലമായ ഒരു സുന്ദരമായ കാടായി മാറി. ഇത് കൊള്ളാലോ, നമ്മുടെ തേനീച്ചക്കൂട് ഒരു സുന്ദരമായ കാടായല്ലോ. ഇനി ഈ കാട്ടിലായിരിക്കും ബാക്കി മൃഗങ്ങളൊക്കെ താമസിക്കാൻ പോകുന്നത്. ആ സിംഹത്തിന്റെ കൂട്ടുകാരൻ ഇവിടെ ജയിലിൽ കിടക്കും. പക്ഷെ അവിടുത്തെ മൃഗങ്ങളൊക്കെ നമ്മുടെ ഈ കാട്ടിൽ എങ്ങനെയാ വരുന്നത്? അവര് തന്നെ വന്നോളും. അങ്ങനെ പതുക്കെ സിംഹത്തിന്റെ കാട്ടിലെ മൃഗങ്ങൾ അപ്രത്യക്ഷരായി. അപ്രത്യക്ഷമായ മൃഗങ്ങൾ നേരെ എത്തുന്നത് തേനീച്ചക്കൂടിന്റെ സുന്ദരമായ കാട്ടിലാണ്. ഭീമ ആന ഈ കാട്ടിൽ വന്നപ്പോഴേക്കും ജഗ്ഗു കുരങ്ങനോട് പറഞ്ഞു, ഇതെന്ത് അത്ഭുതമാണ് ജഗ്ഗു, നമ്മൾ എങ്ങനെ ഈ കാട്ടിലെത്തി? ഈ കാട് വളരെ മനോഹരമാണ്. ഭീമമാമ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. നമ്മള് മാത്രമല്ല, ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങളും തന്നെ ഈ കാട്ടിൽ വന്നതായിട്ടാ എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും നോട്ടം കണ്ടിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക്? അപ്പോഴേക്ക് തേനീച്ചകളുടെ റാണി അവിടെ എത്തിയിട്ട് അവരോട് പറയും, ഇനി മുതൽ നിങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. ഇവിടെ ഒരു രാജാവ് സിംഹവും ഉണ്ടാവില്ല. അല്ല, കാട്ടിലെ രാജാവ് സിംഹമല്ലെങ്കിൽ പിന്നെ ആരാണ്? ഈ തേനീച്ചക്കൂടിന്റെ ഈ കാട്ടിലെ റാണി ഞാനാണ്. ഇനി മുതൽ ഞാൻ പറയുന്നതാണ് നിങ്ങൾ ഇനി കേൾക്കേണ്ടത്. ഇവിടെ ദുബായ് സിംഹം സ്വന്തം കൂട്ടുകാരൻ സിംഹത്തിനോട് സംസാരിക്കുകയായിരുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷമായി പോകും. അല്ല, ഇതെങ്ങനെ സംഭവിച്ചു? എന്റെ സുഹൃത്ത് എവിടെ പോയി? സിംഹം അവന്റെ കൂട്ടുകാരനെ തപ്പി കാട് മുഴുവൻ ചുറ്റി നടന്നു. അവൻ നോക്കുമ്പോ കാടിന്റെ അകത്ത് ഒരു മൃഗം പോലും ഇല്ല. നടന്ന് ക്ഷീണിച്ച് തളർന്ന് സിംഹം ഒരു മരത്തിന്റെ അടിയില് അങ്ങനെ ഇരുന്ന് പറഞ്ഞു, അല്ല, എന്റെ കാട്ടിലെ മൃഗങ്ങളെല്ലാം എവിടെ പോയി? എന്റെ സുഹൃത്തും പെട്ടെന്ന് അപ്രത്യക്ഷനായി. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോഴേക്കും അതേ തേനീച്ച സിംഹത്തിന്റെ അടുത്ത് വന്ന് ചിരിച്ചോണ്ട് പറഞ്ഞു, ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? അവൻ മരത്തിന്റെ മുകളിലേക്ക് നോക്കിയപ്പോ അവൻ പൊട്ടിച്ചു കളഞ്ഞിരുന്ന ആ തേനീച്ച കൂട് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഈ കൂടിന്റെ പട്ടാളക്കാർ തകർത്തു കളഞ്ഞതാണല്ലോ. പിന്നെ ഇതെങ്ങനെ വീണ്ടും സംഭവിച്ചു? നിനക്ക് ഞങ്ങളെ അറിഞ്ഞുകൂടാ. ഞങ്ങൾ എല്ലാവരും ജാലവിദ്യ അറിയുന്ന തേനീച്ചകളാ. മനസ്സിലായി. ഇതിന്റെ എല്ലാം അർത്ഥം എന്റെ കാട്ടിലെ എല്ലാ മൃഗങ്ങളും കൂടാതെ എന്റെ സുഹൃത്തും അപ്രത്യക്ഷനായത് നീ കാരണമാണ്. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ മൃഗങ്ങളെയും എന്റെ സുഹൃത്തിനെയും തിരിച്ചു കൊണ്ടുവരൂ. അത് സംഭവമല്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ റാണിയോട് വേണേ സംസാരിക്കേ. എന്നാ ആയിക്കൊള്ളട്ടെ, എന്നെ നിങ്ങളുടെ രാജ്ഞിയുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ. പെട്ടെന്ന് സിംഹം അവിടുന്ന് അപ്രത്യക്ഷനായി. എന്നിട്ട് അവൻ നേരെ എത്തിയത് ആ സുന്ദരമായ കാട്ടിലായിരുന്നു. കാട്ടിലെ രാജാവേ, നിനക്ക് സുഖമാണോ? അപ്പോഴേക്കും സിംഹത്തിന്റെ ചെവിയിൽ കൂട്ടുകാരന്റെ ശബ്ദം കേൾക്കാനിടയായി. അവൻ കൂട്ടിലായിരുന്നു. ഹോയ് ഹോയ്, ഞാനിവിടെ പെട്ടിരിക്കുക. നീ വന്ന് എന്നെ രക്ഷിക്കുമെന്ന് അറിയാമായിരുന്നു. സിംഹം തേനീച്ചകളുടെ റാണിയോട് പറഞ്ഞു, ഞാനും എന്റെ സുഹൃത്തും തെറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ഈ കാട് ഉപേക്ഷിച്ചു പോകാൻ തയ്യാറാണ്. ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും ക്ഷമ ചോദിക്കുന്നു. ശരി, നീ രാജാവായിട്ടല്ലേ എന്നോട് മാപ്പ് ചോദിച്ചേ. ഞാൻ നിരാശപ്പെടുത്തുന്നില്ല നിന്നെ. പക്ഷെ നിന്റെ സ്വന്തം ശക്തികൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കരുത്. പിന്നെ ആരെയും താഴ്ത്തി കാണരുത്. ഇത്രയും പറഞ്ഞ് റാണി സ്വന്തം കണ്ണടച്ചു. അങ്ങനെ എല്ലാ മൃഗങ്ങളും തിരിച്ചവരുടെ കാട്ടിലേക്ക് വരികയും ചെയ്തു. എന്നെ വെറുതെ വിടൂ. എന്നെ പോകാൻ അനുവദിച്ചാലും നീ ഈ ചെയ്യുന്നത് ശരിയല്ല. അല്ല, നീ മനുഷ്യരെ പോലെ സംസാരിക്കുന്നു. അപ്പോൾ എന്റെ സംശയം ശരിയായിരുന്നു. നീ ഒരു മാന്ത്രിക കൊക്കാണ്. നിന്നെ ഞാൻ വിദേശത്ത് കൊണ്ടുപോയി വിൽക്കും. ഒരു കാട്ടിൽ മൃഗങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടെയാണ് ജീവിച്ചിരുന്നത്. പക്ഷെ കാട്ടിൽ കുറെ വർഷങ്ങളായി മഴയില്ലായിരുന്നു. അത് കാരണം കാട്ടിലെ എല്ലാ നദികളും വറ്റിപ്പോയിരുന്നു. ഈ കാരണത്താൽ വിഷമിച്ചിരുന്ന സിംഹരാജൻ ഒരു ദിവസം കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും വിളിച്ചു വരുത്തി. എന്റെ പ്രിയപ്പെട്ട കാട്ടുനിവാസികളെ, നിങ്ങൾക്കറിയാമല്ലോ, ഈ കാട്ടിൽ 3 വർഷമായി മഴ പെയ്തിട്ടെന്ന്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ
കാട്ടിലെ എല്ലാ നദികളും വറ്റി വരണ്ടു പോയിരിക്കുകയാണ്. ഇതിങ്ങനെ തുടർന്നാൽ നമ്മൾക്ക് ഈ കാട് വിട്ടുപോകേണ്ടിയും വരും. ഞാൻ നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയത് നിങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് എനിക്ക് എന്തെങ്കിലും നല്ല പരിഹാരം പറഞ്ഞു തരാൻ വേണ്ടിയാണ്. കാട്ടിലെ ഏറ്റവും ബുദ്ധിമാനായ ജംബുവാന സിംഹരാജനോടായി പറഞ്ഞു. കാട്ടിൽ നിന്നും പോകുന്നത് ഒന്നിനും ഒരു പരിഹാരമാവില്ല മഹാരാജൻ. നമ്മൾ എല്ലാവരും ചേർന്ന് ഇതിനൊരു പോംവഴി കണ്ടുപിടിക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ മുന്നിൽ ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. വേറെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെള്ളമില്ലാതെ നമുക്ക് എത്ര നാൾ ജീവിക്കുവാൻ സാധിക്കും? നമ്മുടെ കാടിന്റെ വടക്കു ഭാഗത്തായി ഒരു കുളമുണ്ട്. അതൊരുപാട് വലുതുമാണ്. അതിലെപ്പോഴും വെള്ളമുണ്ടാകാറുമുണ്ട്. എന്തുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് വെള്ളം കുടിച്ചുകൂടാ? നിനക്കറിയാമല്ലോ, ആ കുളത്തിൽ കുറെ വർഷങ്ങളായി ഭൂതപ്രേതങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഇന്നുവരെ കാട്ടിലെ ഏതെങ്കിലും മൃഗങ്ങൾ ആ കുളത്തിൽ വെള്ളം കുടിക്കാൻ പോയിട്ടുണ്ടോ? അവർ ആരും തന്നെ പിന്നെ തിരിച്ചു വന്നിട്ടില്ല എന്ന കാര്യം. ഇക്കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിന്റെ തോന്നലുകളാണ് സിംഹരാജാവേ. ഞാൻ ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. അങ്ങ് അനുവദിച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ആ കുളത്തിൽ പോയി വെള്ളം കുടിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതൊക്കെ നിന്റെ ഇഷ്ടം പോലെ. പക്ഷെ ഓർത്തോ, നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടാകുന്നതല്ല. അങ്ങ് അതോർത്ത് വിഷമിക്കണ്ട. ഞാൻ ഇപ്പോൾ തന്നെ ആ കുളത്തിൽ പോയി വെള്ളം കുടിക്കും. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഭൂതപ്രേതങ്ങളിൽ ഒന്നും വിശ്വാസവുമില്ല. ഇനി അഥവാ ഏതെങ്കിലും ഭൂതത്തെ ഞാൻ അവിടെ വെച്ച് കാണുകയാണെങ്കിൽ ആ ഭൂതത്തോട് കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും രക്ഷിക്കുന്നതിനായി അപേക്ഷിക്കും. ശരി, ഞങ്ങൾ എല്ലാവരും നിന്നെ ഇവിടെ കാത്തിരിക്കും. കൂടാതെ നിനക്ക് ഒരാപത്തും വരുത്തരുതെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജംബുവാന ദൈവത്തെ വിളിച്ചുകൊണ്ട് കാടിന്റെ വടക്കുവശത്തേക്ക് പോകുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ജംബുവാന ആ കുളത്തിന്റെ അടുത്തെത്തി. അവിടെ നിന്നും വല്ലാത്ത ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ആന രാജാവ് തന്റെ തുമ്പിക്കൈയിൽ വെള്ളം നിറച്ചപ്പോൾ അവിടെ ഒരു കറുത്ത പുകപടലം ഉണ്ടായി. നോക്കി നിൽക്കെ അതിൽ നിന്നും വളരെ അപകടകാരിയായ യക്ഷി ആനയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. നിനക്ക് എങ്ങനെ ഇത്രയും ധൈര്യം ഉണ്ടായി എന്റെ കുളത്തിൽ നിന്നും വെള്ളം കുടിക്കാൻ? ഈ കുളം ഞങ്ങൾ കാട്ടിലെ നിവാസികളുടേതാണ്. ഞങ്ങൾ കുറെ ദിവസമായി ദാഹിച്ചു നടക്കുകയാണ്. ഞങ്ങളെ വെള്ളം കുടിക്കുവാൻ അനുവദിച്ചാലും. എന്താ, നിനക്ക് മരണത്തെ പേടിയില്ലേ? വെള്ളം കിട്ടാതെ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഞങ്ങൾ മരിക്കും. പെട്ടെന്ന് ആ യക്ഷിയുടെ രൂപം വളരെ സുന്ദരിയായ സ്ത്രീയുടേതായി മാറി. ഞാൻ നിന്നെ പരീക്ഷിക്കുകയായിരുന്നു. ഇതുവരെ ഏത് മൃഗം ഇവിടെ നിന്നും വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ടോ അവരെല്ലാവരും എന്നെ കണ്ട് പേടിച്ച് കാട് വിട്ട് ഓടിപ്പോയി. ഈ കുളത്തിൽ ഭൂതപ്രേതമുണ്ടെന്ന വാർത്ത കാട്ടിൽ പടരുകയും ചെയ്തു. പക്ഷേ നീ ആരാണ്? ഞാൻ ഈ കുളത്തിന്റെ ദേവതയാണ്. നിന്റെ ഈ ധൈര്യം കണ്ടിട്ട് ഞാൻ വളരെ പ്രസന്നവതിയായിരിക്കുന്നു. ഞാൻ തീർച്ചയായും നിന്നെ സഹായിക്കും. പക്ഷെ എനിക്കൊരു നിബന്ധനയുണ്ട്. എന്ത് നിബന്ധന? ഞാൻ പറയാം. ഇത്രയും പറഞ്ഞ് ആ സുന്ദരിയായ സ്ത്രീ കൈനീട്ടി. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും വെള്ളക്കിരണങ്ങൾ വരാൻ തുടങ്ങി. അതിൽ നിന്നും വളരെ മനോഹരമായ കൊക്ക് ജംബു ആനയുടെ മുന്നിൽ നിന്നു. ഇത് എന്റെ കൂട്ടുകാരനാണ്. ഇവൻ കാട് കാണാൻ ആഗ്രഹിക്കുന്നു. ഈ കൊക്കിനെ നീ നിന്റെ കാട്ടിൽ കൊണ്ടുപോകൂ. ഇതൊരു മാന്ത്രിക കൊക്കാണ്. അവൻ കാട്ടിൽ കാലുകുത്തുമ്പോൾ തന്നെ കാടിന്റെ അവസ്ഥ തന്നെ മാറും. പക്ഷെ ഓർക്കുക, അറിയാതെ പോലും ഈ കൊക്കിനെ വേദനിപ്പിക്കാൻ പാടില്ല. എന്റെ കൊക്കിന് കാട്ടിൽ താമസിച്ചു മതിയാകുമ്പോൾ ഞാൻ ഇതിനെ തിരിച്ചു കൊണ്ടുപോകുന്നതാണ്. ഇത്രയും പറഞ്ഞ് കുളത്തിന്റെ ദേവത അവിടെ നിന്നും അപ്രത്യക്ഷയായി. ജംബു ആന ആ കൊക്കിനെയും കൊണ്ട് സിംഹരാജന്റെ അടുത്തേക്ക് പോകുകയായിരുന്നു. അപ്പോൾ മാനം കറുത്തു. മഴ പെയ്യാൻ തുടങ്ങി. കാട്ടിലെ വരണ്ടുപോയ നദികൾ നിറയാൻ തുടങ്ങി. ജംബു ആന എല്ലാ സംഭവങ്ങളും സിംഹരാജനോട് പറയാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട കാട്ടുനിവാസികളെ, ഇന്നു മുതൽ നമ്മൾ എല്ലാവരും ചേർന്ന് ഈ പ്രിയ കൊക്കിനെ സംരക്ഷിക്കണം. ഇന്നു മുതൽ ഈ പ്രിയ കൊക്ക് ജംബു ആനയുടെ മേൽനോട്ടത്തിൽ താമസിക്കും. ആ ദിവസത്തിനു ശേഷം ആ മാന്ത്രിക കൊക്ക് ജംബു ആനയുടെ കൂടെ തന്നെ താമസിക്കാനും തുടങ്ങി. കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ ആ കൊക്ക് ജംബു ആനയോടും കാട്ടിലെ മറ്റുള്ള മൃഗങ്ങളുമായും ഇണങ്ങിച്ചേർന്നു. അത് മുഴുവൻ സമയവും ജംബു ആനയുമായി കളികളിൽ ഏർപ്പെടുമായിരുന്നു. അതെങ്ങോട്ട് പോയാലും അവിടെ മുഴുവൻ പച്ചപ്പായി മാറുന്നു. കാട്ടിലെ മൃഗങ്ങൾക്ക് അറിയില്ലായിരുന്നു ബാന്തി എന്നു പേരുള്ള ഒരു വേട്ടക്കാരൻ കുറെ ദിവസമായി ആ കൊക്കിനെ നോട്ടമിട്ടിരിക്കുകയായിരുന്നു എന്ന്. ഒരു ദിവസം ആ മാന്ത്രിക കൊക്ക് കാട്ടിലൂടെ ഒറ്റയ്ക്ക് കറങ്ങുകയായിരുന്നു.
അപ്പോൾ ആ വേട്ടക്കാരൻ മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന് അതിനെ നോക്കി തനിയെ പറഞ്ഞു. ഇത്രയും അറിയാം ഈ കൊക്ക് ഈ കാട്ടിലെ അല്ലെന്ന്. പക്ഷേ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. ഇതെവിടെ പോകുന്നുവോ ആ കാടിന്റെ അന്തരീക്ഷം മുഴുവനും പച്ചപ്പായി മാറുന്നു. നഗരത്തിൽ ഇതിന് നല്ല വില കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഇതിവിടെ വന്നതിന് ശേഷം കാട്ടിലെ മൃഗങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത്രയും പറഞ്ഞിട്ട് ആ വേട്ടക്കാരൻ മരത്തിന്റെ മുകളിൽ നിന്നും കൊക്കിന്റെ മുകളിലേക്ക് വലയെറിഞ്ഞു. പാവം മാന്ത്രിക കൊക്ക് വലയുടെ ഉള്ളിൽ നിന്നും സ്വയം രക്ഷപ്പെടാനായി ചിറകിട്ടടിക്കുവാൻ തുടങ്ങി. വേട്ടക്കാരൻ പെട്ടെന്ന് മരത്തിന്റെ മുകളിൽ നിന്നും ചാടിയിറങ്ങി. ആ കൊക്കിന്റെ കാല് കെട്ടിയിട്ടു. ആ വേട്ടക്കാരൻ കൊക്കിനെ ഒരു ഗുഹയുടെ അകത്ത് കൊണ്ടുപോയി. കൊക്ക് കണ്ടത് ആ ഗുഹയ്ക്കുള്ളിൽ ഒരുപാട് വന്യമൃഗങ്ങളെ വളരെ മോശമായ അവസ്ഥയിൽ അടച്ചിട്ടിരിക്കുന്നതായിരുന്നു. വേട്ടക്കാരൻ കൊക്കിനോട് വളരെ ദേഷ്യത്തിൽ പറഞ്ഞു. കുറെ ദിവസമായി നിന്നിൽ കണ്ണുവച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാ പിടിക്കാൻ സാധിച്ചത്. ഇവയെക്കാളൊക്കെ വില കിട്ടും നിന്നെ വിറ്റാൽ. എന്നെ വെറുതെ വിടൂ. എന്നെ പോകാൻ അനുവദിച്ചാലും നീ ഈ ചെയ്യുന്നത് ശരിയല്ല. അല്ല, നീ മനുഷ്യരെ പോലെ സംസാരിക്കുന്നു. അപ്പോൾ എൻ്റെ സംശയം ശരിയായിരുന്നു. നീ ഒരു മാന്ത്രിക കൊക്കാണ്. നിന്നെ ഞാൻ വിദേശത്ത് കൊണ്ടുപോയി വിൽക്കും. ഇവിടെ കാട്ടിൽ കൊക്കിനെ കാണാത്തതുകൊണ്ട് കാട്ടിലെ മൃഗങ്ങളെല്ലാം വലിയ വിഷമത്തിലായി. സിംഹരാജാവ് ജംബു ആനയുടെ നേർക്ക് നോക്കി ചൂടായിക്കൊണ്ട് പറഞ്ഞു. നിനക്ക് ആ പാവം കൊക്കിനെ നോക്കാൻ പോലും സാധിച്ചില്ല. നിനക്കറിഞ്ഞുകൂടെ, ആ കൊക്കിനെ കിട്ടിയില്ല എങ്കിൽ ആ കുളത്തിന്റെ ദേവത ഈ കാടിനെ തന്നെ ഇല്ലാതാക്കുമെന്ന്. എന്നോട് ക്ഷമിക്കൂ സിംഹരാജൻ. കുറച്ചു നേരത്തേക്ക് എന്റെ ശ്രദ്ധ മാറിപ്പോയി. പക്ഷേ കാട്ടിലെ മൃഗങ്ങൾ ഒരിക്കലും കൊക്കിനെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കില്ല. ഇത് ഉറപ്പായും ഒരു വേട്ടക്കാരന്റെ പണിയായിരിക്കും, ഏതെങ്കിലും മനുഷ്യരുടെ. പിന്നെ എന്തിനാണ് എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്? പോകൂ, പോയി ആ വേട്ടക്കാരനെ കണ്ടുപിടിക്ക. ഇനി ആ പാവം നിരപരാധിയായ കൊക്കിനെ ആരെങ്കിലും ഉപദ്രവിച്ചു കാണുമോ? സിംഹരാജാവിന്റെ വാക്ക് കേട്ട് കാട്ടിലെ എല്ലാ മൃഗങ്ങളും കൊക്കിനെ അന്വേഷിക്കാൻ ഇറങ്ങി. ഇവിടെ ആ വേട്ടക്കാരൻ കാട്ടിലെ ആ കൊക്കിനെ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു. അപ്പോൾ ജഗ്ഗു എന്നു പേരുള്ള വേറെ ഒരു വേട്ടക്കാരൻ അവിടേക്ക് വരുന്നു. എന്നിട്ട് ബാന്ധി വേട്ടക്കാരന്റെ നേർക്ക് തോക്കു ചൂണ്ടി പറയുന്നു. ഈ മാന്ത്രിക കൊക്കിനെ എനിക്ക് താടാ ബാന്ധി. നിന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോകൂ. ഞാനാണ് ഇതിനെ പിടിച്ചത്. ഞാൻ തന്നെ ഇതിനെ വിൽക്കും. നീ മര്യാദയ്ക്ക് തന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ വെടിവെച്ചു കൊല്ലും. നോക്കൂ ബാന്ധി, നീ ഈ പിടിച്ച മുഴുവൻ മൃഗങ്ങളെയും നഗരത്തിൽ കൊണ്ടുപോയി കൊടുത്തോ. എനിക്ക് അതിലൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഈ മാന്ത്രിക കൊക്ക് അതെനിക്ക് വേണം. അത് നീ എനിക്ക് തന്നേ മതിയാകൂ. ജഗ്ഗുവും ബാന്ധിയും തമ്മിൽ വലിയ വഴക്കായി. ജഗ്ഗുവിന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. ജഗ്ഗു ദേഷ്യത്തിൽ ബാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിവെച്ചു. പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് കൊക്കിന്റെ കണ്ണിൽ നിന്നും വെള്ളക്കിരണങ്ങൾ വരാൻ തുടങ്ങി. വെടിയുണ്ട ഒരു കടുകുമണി പോലെ താഴെ വീണു. കൊക്കിന്റെ വലയും അപ്രത്യക്ഷമായി. ജഗ്ഗു ശരിക്കും പേടിച്ചുപോയി. ഇതൊരു അപകടം പിടിച്ച കൊക്കാണ്. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെടൂ. ഇത്രയും പറഞ്ഞ ജഗ്ഗു അവിടെ നിന്നും പേടിച്ച് ഓടിപ്പോയി. നീ വളരെ നിസ്സാരമായി തോക്കിലെ വെടിയുണ്ട ഇല്ലാതാക്കി. നിന്റെ വലയും തനിയെ ഇല്ലാതായി. ഇതിന്റെ അർത്ഥം നിനക്ക് വേണമെങ്കിൽ ഓടിപ്പോകാമായിരുന്നു എന്നല്ലേ? പിന്നെ നീ എന്താ ഓടിപ്പോകാഞ്ഞത്? അങ്ങനെയല്ല, മറ്റുള്ളവർ ആരെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ അപ്പോൾ മാത്രമേ എന്റെ ഉള്ളിലുള്ള ശക്തി പുറത്തു വരികയുള്ളൂ. പിന്നെ നീ എന്തിനാ എന്റെ ജീവൻ രക്ഷിച്ചത്? ഞാൻ നിന്നോട് മോശമായ പെരുമാറിയത്. അതുമാത്രമല്ല, ഞാൻ നിന്നെ പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കാൻ വരെ തീരുമാനിച്ചു. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നത് നമ്മുടെ കടമയാണ്. നമ്മൾ നമ്മുടെ കടമ നിറവേറ്റണം. നീ എത്രയൊക്കെ എന്നോട് മോശമായി പെരുമാറിയാലും അങ്ങനെ എനിക്ക് ഒരിക്കലും ചെയ്യുവാൻ പറ്റില്ല. ആ കൊക്കിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ബാന്ധി വേട്ടക്കാരന്റെ കണ്ണുകൾ പശ്ചാത്താപം കൊണ്ട് നിറഞ്ഞു. അവന് ഒരുപാട് പശ്ചാത്താപമുണ്ടായി. നീ ഈ വന്യമൃഗങ്ങളെ പിടിക്കുന്നത് ഒഴിവാക്കണം. ഇതും ആരുടെയെങ്കിലും കുഞ്ഞുങ്ങളായിരിക്കും. നിനക്ക് യാതൊരു അധികാരവുമില്ല ആരെയെങ്കിലും പിടിച്ചുകെട്ടി അവരുടെ കുടുംബത്തിൽ നിന്നും അവരെ അകറ്റുവാൻ വേണ്ടി. ഞാൻ ചെയ്തതിൽ ഞാൻ ഒരുപാട് ലജ്ജിക്കുന്നു. ഇനി ഒരിക്കലും ഞാൻ നായാട്ടിന് പോകില്ല. ഇത്രയും പറഞ്ഞ് ബാന്ധി വേട്ടക്കാരൻ എല്ലാ വന്യമൃഗങ്ങളെയും സ്വതന്ത്രമാക്കുന്നു. അപ്പോൾ പുറത്തുനിന്നും കുറെ വന്യമൃഗങ്ങൾ ഓടി വരുന്നത് മാന്ത്രിക കൊക്ക് കാണുന്നു.
അവർ ഗുഹയുടെ നേരെ വരികയായിരുന്നു. എല്ലാവരും വേട്ടക്കാരനെ പറ്റി മനസ്സിലാക്കി എന്ന വിവരം കൊക്ക് വേട്ടക്കാരനോടായി പറയുന്നു. ഈ ഗുഹയിൽ മറ്റൊരു വാതിൽ കൂടിയുണ്ടല്ലോ. നീ ആ വഴി ഓടിപ്പോകൂ, ഇല്ലെങ്കിൽ ഇവരൊക്കെ കൂടി നിന്നെ കൊല്ലും. നീ ശരിക്കും ഉള്ളുകൊണ്ട് ചീത്ത മനുഷ്യനല്ല. മാന്ത്രിക കൊക്ക് പറഞ്ഞത് കേട്ട് വേട്ടക്കാരൻ സങ്കടത്തോടായി കൊക്കിനോട് പറയുന്നു. നീ ശരിക്കും നല്ലതാണ്. നീ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുപോകില്ലായിരുന്നു സുഹൃത്തെ. വേഗം പോകൂ ഇവിടെ നിന്നും. ബാന്തി വേട്ടക്കാരൻ അവിടെ നിന്നും പോകുന്നു. ആ ദിവസത്തിന് ശേഷം അയാൾ വേട്ടയാടുന്ന ജോലി ഉപേക്ഷിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കുളത്തിന്റെ ദേവത കൊക്കിനെ തിരിച്ചു കൊണ്ടുപോയി.